സച്ചിൻ തുടങ്ങിയവരൊക്കെ വിശുദ്ധരായി ഉയർത്തുന്ന ചടങ്ങുകൾ, പിന്നെന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ മാർ ജോർജ് പൂവക്കാട്, അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച കോഴിക്കോട് അതിരൂപത അധ്യക്ഷനായി ഉയർത്തപ്പെട്ട വർഗീസ് ചക്കാലക്കൽ പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ അത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അത് പോട്ടെ, നമ്മൾ വലിയ ബുദ്ധിമുട്ടിയ സമയത്ത്, പ്രളയകാലത്ത്, വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊക്കെ കേരളത്തിനായി നടത്തിയ പ്രാർത്ഥനകൾ, അങ്ങനെ മനസ്സിൽ അദ്ദേഹം ഈ നാടിനോടും എത്രത്തോളം കരുതൽ വെച്ചു എന്നാണ് ജീന മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ മനുഷ്യരെയും, എല്ലാ രാജ്യത്തെയും, എല്ലാ ജനതയും, അതായത് ഈ വിശ്വം മുഴുവനുള്ള വിശ്വ പൗരന്മാരെ എല്ലാം ഒരേ മാനവികതയിൽ കാണണം, ഒരേ ഇതിൽ കാണണം, എല്ലാവർക്കും ഒരേപോലെ അഭിവൃദ്ധിയും ഒരേപോലെ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും നിൽക്കാൻ സാധിക്കണം എന്നാണ്. അത് ഇന്ന രാജ്യത്തിന്, അല്ലെങ്കിൽ അർജന്റീന, ഞാൻ ജനിച്ചു അല്ലെങ്കിൽ ഞാൻ വളർന്നത് അർജന്റീനയിലാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് ഇറ്റലിയിലാണ്, അതുകൊണ്ട് അവരോട് കൂടുതൽ കരുണ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹം എന്നതല്ല പാപ്പ പറഞ്ഞു വെച്ചത്. പാപ്പ പറഞ്ഞു വെച്ചത് ഈ വിശ്വം ആകെയുള്ള ഓരോ പൗരന്മാരും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അവരെ എല്ലാം സമന്മാരായി കണ്ടുകൊണ്ട് അവർക്ക് പരസ്പരം സഹായം ചെയ്യാനും, അവരോട് കരുണയോടെ പ്രവർത്തിക്കാനും, അവരോട് എളിമയോടെ പ്രവർത്തിക്കാനും, അവരെ പരസ്പരം കേൾക്കാനും, അവരെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാനും എല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ രംഗത്തുമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കി. പുരോഹിതരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ധനവിനിയോഗത്തിലെ, വത്തിക്കാനിലെ തന്നെ നമുക്കറിയാം ധനവിനിയോഗത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ പൗരോഹിത്യ ജീവിതത്തിൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ പിഴവുകൾ പറ്റിയിട്ടുള്ള പുരോഹിതന്മാരുണ്ടായിരുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ ഈ സഭയിലും ആ കാലഘട്ടത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട കാര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ചില മാതൃകകൾ കാണിച്ചു തന്നിരുന്നു. സ്ത്രീകളുടെ പെസഹ ശുശ്രൂഷയിൽ കാലുകൾ ശുശ്രൂഷയ്ക്ക് സ്ത്രീകളുടെ കാലുകൾ കഴുകുക, അതുപോലെ ജയിൽവാസികളുടെ കാലുകൾ കഴുകുക, അങ്ങനെ ചില മാതൃകകൾ കൂടി അദ്ദേഹം ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എളിമ എങ്ങനെയായിരിക്കണം, അതായത് കാലുകൾ ശുശ്രൂഷ നമുക്കറിയാം വിനയത്തിന്റെയും എളിമയുടെയും മാതൃക കാണിക്കേണ്ടത്